ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ബാംഗ്ലൂരിൽ എന്നിട്ട് സെക്കൻഡ് ഡേ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശീതളിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നതെന്ന്. അപ്പോൾ സെക്കൻഡ് ഡേ ഞാനും എൻ്റെ ലിശാകേട്ടനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശീതളിൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ പെന്നാർകുട്ട നാഷണൽ പാർക്കിലേക്കാണ് പോയത്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് ബസ്സാണ്. പണ്ട് ട്രിവാൻഡ്രത്ത് സ്കൂളിൽ നിന്ന് ടൂറിന് പോയപ്പോൾ മാത്രമാണ് ഞാൻ ഈ സൂവിലെ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബസ്സിൽ ആക്ച്വലി കയറി കഴിഞ്ഞപ്പം വിചാരിച്ചു നമുക്ക് അല്ലാത്ത ഓപ്ഷൻ എടുത്ത് ജീപ്പ് ഓപ്ഷൻ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഇത് ആക്ച്വലി ഒരു രാവിലത്തെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് അവിടെ അടുത്തുള്ളൊരു മക്കാവോ എന്ന് പറയുന്ന ഒരു ബാർക്കം റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് 2 ബിയറൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. DJ പാർട്ടി ഒന്നും ഇല്ലായിരുന്നു, ബിക്കോസ് ഞങ്ങൾ പോയത് റിസർവേഷൻ എടുത്തത് 7 o'clock അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3rd ഡേ പോയത് ഏർഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് തമിഴ്നാട്ടിലാണത് വരുന്നത്. ഞങ്ങളവിടെ പോയി. ഞങ്ങൾ ആക്ച്വലി ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഒരു 4-5 hours ട്രാവൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ലേക്ക് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല സത്യത്തിൽ. കാരണം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നൈറ്റായി, നല്ലോണം നൈറ്റായി. ഞങ്ങൾക്ക് കാണാനേ പറ്റിയില്ല. പിന്നെ വഴിയിലാണെങ്കിലും നല്ല ഓഫ് റോഡും ആയിരുന്നു. കുറേ ടൈം എടുത്തു പോകാൻ വേണ്ടി തന്നെ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഒരു സൺസെറ്റൊക്കെ കണ്ടപ്പം ഞങ്ങൾ പിന്നെ അവിടെ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആ ഒരു മൊമെൻ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നേരം അപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഒരു 2 hours ഓൾറെഡി 2 hours കൂടുതൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊന്ന് ഇറങ്ങി കുറേ നേരം കാറിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ കിട്ടത്തില്ലേ? അപ്പോഴാണ് ഞങ്ങളതൊന്ന് ഫീൽ ചെയ്തത്. സോ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി അന്ന് ചെയ്യണം എന്ന് വിചാരിച്ച, അതായത് പോയി കാണണം എന്ന് വിചാരിച്ച സംഭവം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാനും പറ്റിയില്ല. ഞങ്ങൾ ഫുൾ ടൈം ട്രാവലിനായിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങ് പോന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.